പീണങ്ങളെ കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നെ പീണങ്ങളെ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പിണക്കം എന്നോടെന്തിന് നീ എന്റെ കരളല്ലേ എന്തിനു പെണ്ണ് നിനക്കിന്നു പിണക്കം നീ എന്റെ കരളല്ലേ മുത്തേ പൊന്നെ പീണങ്ങളെ കുറ്റം ചെയ്തു ഞാൻ. കഴിഞ്ഞോ? സുരാജേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഇങ്ങോട്ട് കേറി വരരുത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടാ. സുരാജേട്ടൻ ഇല്ലാത്തോണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാലോ. ആരും ആട്ടി വിടത്തില്ലല്ലോ. നിനക്ക് സ്കൂളിൽ പോണ്ടായിരുന്നോ? പല്ല് പറിച്ചോണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. പല്ല് പറിച്ചോ? വാത് പൊളിച്ചോ നോക്കട്ടെ. ഈ ആ നിന്റെ പല്ലെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ പല്ലല്ല, എന്റെ കൂട്ടുകാരൻ രാജുവിന്റെ പല്ല് ഞാൻ ഒറ്റയടിക്ക് പറിച്ചു. അതുകൊണ്ട് 15 ദിവസം ക്ലാസ്സിൽ പോകണ്ടെന്നാ പറഞ്ഞു പ്രിൻസിപ്പൾ. അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് ഇവിടെ ചേച്ചിനൊപ്പം ആങ്കർ ചെയ്യണം. എന്റെ ഒപ്പം ആങ്കർ ചെയ്യണോ? സുരാജേട്ടൻ ഇല്ലാത്തതിന് പകരം ഒരു പ്രശസ്ത സിനിമാ താരവും സുപ്രസിദ്ധ കലാകാരനുമായ എനിക്ക് ചേച്ചിയുടെ ഒപ്പം നിന്ന് ആങ്കർ ചെയ്യാനോ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. അതെ, ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എടാ നിനക്കൊരു സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചൂടെ? എന്റെ കൂടെ നിന്ന് ആങ്കർ ചെയ്യാൻ പറ്റിയ ആളാണോ നീ? അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ നിന്റെ ഒപ്പം സമാസമം നിന്ന് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഞാൻ നിന്നെ ഒക്കത്ത് വെച്ചോണ്ട് ഷോ ചെയ്യണ്ടടാ. ചേച്ചിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. അതൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ, അതെല്ലാം പോട്ടെ. നിനക്ക് കോട്ടുണ്ടോ? കോട്ടുണ്ടെങ്കിൽ എന്നെ ആങ്കറിങ്ങിന് നിർത്തുമോ? ആലോചിക്കാം. എന്നാ ചേച്ചി ഞാൻ 1 മിനിറ്റ് ഇപ്പൊ വരാം. വീട്ടിൽ പോയിട്ട് എന്റെ കോട്ടുണ്ടോ വീട്ടില്? മഴക്കോട്ടുണ്ട്. മഴക്കോട്ട്? ഞാൻ ഓർത്ത് നിന്റെ സ്വഭാവം വെച്ച് നീ പോയി കൈക്കോട്ട് എടുത്തോണ്ട് വരുമായിരിക്കും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, പച്ചറ കട്ടി നടക്കും ഇത്ര കട്ടി വേടക്കായി പാടക്കും തെക്കും നടന്ന് നാടു ഓടിക്കും. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല കഴിഞ്ഞു. അപ്പൊ നിനക്ക് കോട്ടുമില്ല. അപ്പൊ എന്തായാലും തൽക്കാലം നിന്നെ കൊണ്ട് ഇവിടെ ആങ്കർ ചെയ്യിപ്പിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. സുരാജേട്ടൻ ഉണ്ടായിരുന്നില്ല. ഭയങ്കര നല്ല രസമായിരുന്നു. സുരാജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായി. എടാ, ഒരാളില്ലാത്തപ്പോ അയാളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. എനിക്ക് കുറ്റം പറയാലോ? ഞാൻ പറഞ്ഞ ആരും കാര്യാക്കൂല. ഞാൻ മൈനർ അല്ലേ? നീ മൈനർ അല്ല, നീ വലിയൊരു മൈനസ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് സ്ഥലം വിടാൻ പ്രശ്നം. കോട്ടില്ലാത്ത വലിയൊരു പ്രശ്നം. കോട്ടുള്ള ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന ഇവിടെ ആങ്കർ ചെയ്യിപ്പിക്കാൻ പറ്റും. കോട്ടുള്ള ആരാ ഉള്ളേ? അതറിയില്ല. സുരാജേട്ടൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മൊത്തം കലാകാരന്മാരും കോട്ട് കെട്ടുകൊണ്ട് അവിടെ നിൽക്കുക. ഇപ്പൊ കയറ്റും വെച്ചിട്ട് ഞാൻ ആരെങ്കിലും ഒക്കെ പോയി കിട്ടായിരിക്കില്ല. ഞാൻ പോയി നോക്കട്ടെ, ഒരാളെ വിളിച്ചോണ്ടാ. ഇതിലിപ്പോ അശ്വതിക്ക് പറ്റിയ ആളെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവൻ ആരെയോ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, ആരാണെന്നുള്ള അറിയത്തില്ല. അപ്പൊ നമുക്ക് നേരെ കണ്ട് മനസ്സിലാക്കാം. ഒരു പ്രശ്നവുമില്ല. ഞാൻ ശരിയാവത്തില്ലെന്ന് ആര് പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച ഒരു എപ്പിസോഡ് ചെയ്ത് ഭയങ്കര മോശമായി പോയത്. വേണ്ട, അതിനെ പിടിച്ച് വലിക്കരുത്. എനിക്ക് ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല. പറയണ്ട, ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട്. വേണ്ടാന്ന് പറ്റത്തില്ല പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞത്. പിടിച്ചു നിർത്ത. ഉല്ലാസേട്ടാ, നിവർന്ന് നിക്ക്, നേരെ നോക്ക്. തുടങ്ങാം. ഒരു പേടി പേടിക്കണ്ട, ഞാൻ എല്ലാ പിന്തുണയുണ്ട്. ഞാൻ ബാക്ക് ചെയ്യും. നമുക്ക് തുടങ്ങാം. ഞാൻ ചെയ്ത ശരിയാവത്തില്ല. കുഴപ്പമില്ല ചേട്ടാ, ശരിയാവും. വേണ്ട. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു കോമഡി സൂപ്പർ നൈറ്റ്. ചേട്ടാ ഒന്നുമില്ലല്ലോ, നിങ്ങൾ ഈ ചക്കപ്പോത്ത് പോലെ വളർന്നില്ല. നിന്ന് കരയാതെ മനുഷ്യ. ആൾക്കാര് കാണുന്നു. എനിക്ക് പേടിയാ. എന്തിന്? എനിക്ക് പേടിയാ. എനിക്ക് ആങ്കർ ചെയ്യാൻ അറിയത്തില്ല. എന്ത് പ്രശ്നം എന്താ? എനിക്ക് ആങ്കർ ചെയ്യാൻ അറിയത്തില്ല. അതിപ്പോ എന്നെ നോക്കി, എനിക്ക് വല്ല അറിയാമായിട്ടാണോ ഞാനിവിടെ നിൽക്കുന്നത്? ഈ കൈയടിക്കുന്ന ചെറിയ വായില് വലിയ വർത്താനം പറയരുത്. പോയേ. കുട്ടിയും കോലും എല്ലാം എടുക്കും. ചേട്ടനോട് നിൽക്കും. ചേട്ടാ പഠിക്കുന്നേ ആണോ?
ഒരു അപകടത്തിലേക്ക് കൊണ്ട് തള്ളിവിട്ട് പോയ പോക്ക് കണ്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? എന്റെ അശ്വതി, ആ ചെറുക്കം പറയുന്നത് കേട്ടോണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് തുടങ്ങരുത്. അല്ല ചേട്ടൻ നമ്മുടെ നാടോടിക്കാറ്റൊക്കെ ആങ്കർ ചെയ്യുന്നല്ലേ, അപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ 10-20 തേക്കെടുത്തിട്ടാ ചെയ്യുന്നത്. എന്തോ അറിഞ്ഞോണ്ടാ ഈ പറയുന്നത്. അല്ല കുഴപ്പമില്ല, ചേട്ടനോട് കാര്യം ചേട്ടൻ ഇവിടെ സൈഡിൽ ഒന്ന് സപ്പോർട്ടായിട്ട് നിന്ന് തന്നാ മതി. പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ കോട്ട് വിട്ടോണ്ട് ഞാനൊന്നും മിണ്ടത്തില്ല, എല്ലാം പറഞ്ഞോണം. ശരി, സമ്മതിച്ചു. ചേട്ടൻ ഇടയ്ക്ക് കൈ അടിക്കണം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് നമുക്ക് ഇവിടെ അതിഥികളായിട്ട് എത്താൻ പോകുന്നത് ചെന്നൈ കൂട്ടം എന്ന പുതിയ ചിത്രം. ഈ മാർച്ച് 4-ാം തീയതി റിലീസ് ആവാൻ പോകുന്ന ചെന്നൈ കൂട്ടം എന്ന ചിത്രത്തിന്റെ വിശേഷവുമായി അതിലെ താരങ്ങളും പിന്നണി പ്രവർത്തകരുമാണ്. जश्नबाजी की शाम है, जश्नबाजी की शाम है, क्रिकेट ताल पे ठुमके लगाए सालिमा, तेरी शैतानियों से महफिल रंगीन हुई, तू दीवाना हुआ मैं भी शौकीन हुई, दुनिया जलती है तो चले, दुनिया जलती है तो चले, रात भर जालिमा के संग नचे सालमा. സിനിൽ, ഗായത്രി, രാജ ശിവൻ. അപ്പോൾ ഇവർ 3 പേരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ. ചെന്നൈ കൂട്ടം എന്നുള്ള പുതിയ റിലീസ് ആവാൻ പോകുന്ന ചിത്രത്തിന്റെ ഭാഗമാണ് ഇവരെല്ലാവരും. അതിലെ താരങ്ങളാണ്. ഇവരിൽ ചിലരുടെ മുഖമെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും, ചിലത് ഇനി ഒരുപാട് ഫെമിലിയർ ആവാൻ പോകുന്ന മുഖങ്ങളാണ്. അപ്പോൾ പറയൂ, എന്താണ് ചെന്നൈ കൂട്ടം വിശേഷങ്ങൾ? ചെന്നൈ കൂട്ടം ഈ വരുന്ന 26-ാം തീയതിയാണ് ഞങ്ങളുടെ വിധി നിശ്ചയിക്കുന്ന ഒരു ദിവസം. അതിന്റെ ടെൻഷനുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് പലരും പറയും, പക്ഷെ ഞാനങ്ങനെ അങ്ങനെ പറയില്ല. താങ്കൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം സിനിലിനെ ഒന്നും കൂടെ വിശാലമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരാളാണ്. കാരണം നമുക്കെല്ലാം ഒരുപാട് പ്രിയങ്കരനായ നമ്മുടെ അനശ്വരനായ നടൻ സൈനുദ്ദീനിക്കയുടെ മകനാണ് ഈ നിൽക്കുന്ന സിനിൽ. അപ്പൊ അതിനോട് നല്ല ഗൈഡ് വേണ്ടേ? അപ്പൊ പറയൂ, ഗായത്രിയുടെ ഫസ്റ്റ് മലയാളം മൂവിയാണല്ലേ ഇത്? ഫസ്റ്റ് തമിഴ് ചിത്രമാണ് ഇതിനു മുമ്പ് ചെയ്തത്? തമിഴ് 2 ചിത്രം ചെയ്തു. ഓക്കെ, മുമ്പ് ചെയ്ത തമിഴ് ചിത്രം ഏതൊക്കെയായിരുന്നു? മുമ്പ് ചെയ്തത് SS കുമരൻ സാറിന്റെ കേരള നാട്ടിലും പെൺകളുടനെ എന്നൊരു മൂവി ചെയ്തു. അതിനുശേഷം കണ്ണൻ താമരക്കുളം സാറിന്റെ ഫസ്റ്റ് തമിഴ് മൂവി സൂറയാടൽ. ഇതിനിടയ്ക്ക് എപ്പോ പോയി തമിഴിൽ അഭിനയിച്ചു? പിന്നെ അടുത്ത രജനീകാന്താണ്. ആര്? അല്ല, ഉല്ലാസേട്ട തമിഴ് അറിയോ? തമിഴ് അവര് പറഞ്ഞു തരുമല്ലോ, ഡബ് ചെയ്താ പോരെ. ആണോ? ഇവിടെ ഇപ്പൊ ആരും പറഞ്ഞു തരാനില്ല. ആൾക്ക് തമിഴാണ് അറിയാം. അല്ലല്ല, ഇവർ രണ്ടുപേരും അല്ല, നമ്മുടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ 3ാമത്തെ അതിഥി. സംസാരിച്ചോളൂ. വിക്രത്തിന്റെ മുഖമായിട്ടൊക്കെ സുഖമാണല്ലോ അല്ലേ? സുഖം. അപ്പം നമ്മുടെ ഈ പുതിയ ചെന്നൈ കൂട്ടം എന്ന് പറയുന്ന സിനിമ റിലീസ് ആകുന്നത് എന്നാണ്? ரொம்ப சந்தோஷமாக இருக்குது. இதுக்கு ஃபஸ்ட்டு தேங்க்ஸ் சொல்லணும்னா லோகித் சாருக்கு தான் நான் தேங்க்ஸ் சொல்லணும். அதுக்கப்புறம் ராஜேஷ்னு சொல்லிட்டு ஒரு மேனேஜர், அப்புறம் உன்னி, எல்லா அசிஸ்டன்ட் டைரக்டர்ஸ், எல்லா கேமராமேன் அசிஸ்டன்ட்ஸ் எல்லாருக்கும் என்னோட ரொம்ப ரொம்ப நன்றி. അതെ, ഉല്ലാസേട്ടൻ എന്തായാലും ചോദിച്ച സിനിമയുടെ റിലീസ് എന്താണെന്നല്ലേ? ഉല്ലാസേട്ടൻ തമിഴ് നല്ല കറക്റ്റ് ആയതുകൊണ്ട് അതൊഴിച്ച ആള് ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പൊ പറയൂ, നിങ്ങളുടെയൊക്കെ വേഷം എന്തായിരുന്നു? ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ചെന്നൈ കൂട്ടത്തിൽ നിന്ന്? ഇത് ഇതില് 5 ഫ്രണ്ട്സാണ്. ഇതിനകത്ത് എൻ്റെ ക്യാരക്ടറിന്റെ പേര് വെങ്കി എന്നാണ്. ആള് പട്ടരാണ്, എന്നാൽ അത്യാവശ്യം നല്ല ദുശീലങ്ങളൊക്കെ ഉള്ള ഒരു പട്ടരാണ്. ശരിക്കുണ്ടോ? ഇല്ല, ശരിക്കും അതൊക്കെ എനിക്ക് അന്ധവിശ്വാസം. കഥ മൊത്തം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സിനിമ കാണാൻ പോകുന്ന ഒഴിവാക്കാം. അപ്പം എന്തായാലും 5 ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പറയുന്നതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന തരത്തിലുള്ള മൂവിയാണ്. ഗായത്രി, എന്താണ് ഗായത്രിയുടെ വേഷം? എൻ്റെ ഇതിലെ വേഷം നീതു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഇപ്പം സിറിജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ 5 ഫ്രണ്ട്സാണ്. ഞങ്ങൾ 5 പേരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. 5 പേരും കൂടെ ചേർന്ന് A to Z എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നീതു. ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇവിടെയുള്ള ഇവരെ എല്ലാവരും നിലയ്ക്ക് നിർത്തുന്ന ഒരാളാണ് ഞാൻ.
അപ്പം ആവശ്യത്തിന് തൻ്റെ ഇടവും പിന്നെ അടിയും ഇടിയും ഒക്കെ ഉണ്ട്. സിറിൽ ചേട്ടന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, രാജയ്ക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പം കൊടുത്തിട്ടുണ്ട്, നല്ലോണം കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ബോൾഡാണ്, ലൈഫിലും അങ്ങനെയാണോ? ലൈഫിലും അത്യാവശ്യം ബോൾഡാണ്. കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലേ? സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു കൈകള് എപ്പോഴും നല്ലതാണ്. ഇടിയാ കരാട്ടയാണെന്ന് തോന്നുന്നു, കരാട്ടെ. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ ചെന്നൈ കൂട്ടം. പിന്നെ ഈ ചെന്നൈ കൂട്ടത്തിനെ വളരെ സ്പെഷ്യൽ ആക്കുന്ന, നമുക്ക് വളരെ സ്പെഷ്യൽ ആക്കുന്ന ഒരു വലിയൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഇപ്പോഴല്ല, കുറച്ച് നേരം കൂടെ ആ ഒരു സസ്പെൻസ് അങ്ങോട്ട് നീണ്ടുപോട്ടെ അല്ലേ. ഗായത്രി തമിഴിൽ പ്രൂവ് ചെയ്തൊരു ആക്ട്രസ് ആണ്. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് പുതുതായി കിട്ടിയിരിക്കുന്ന ഒരു നായികയാണ്. നായിക മാത്രമല്ല, ഗായികയും കൂടെ ആണെന്ന് കേട്ടല്ലോ. പാടുവോ? ചെന്നൈ കൂട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ഇതിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ളത് മനോജ് മനയിലാണ്. സംഗീതം നൽകിയിരിക്കുന്നത് സാജൻ കെ റാം. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ചിത്ര ചേച്ചിയാണ് ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടാണ് ഇപ്പൊ ഗായത്രി നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. ഗായത്രി തുടങ്ങാം. കൺമണി കുഞ്ഞിനു പൊട്ടുകുത്താൻ നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാ മുകിലേ നീയാലോലം ഇഞ്ചിളം പദമായി മായാലോലം അമ്പിളി പോൽ നെഞ്ചിൽ ചേർത്തു വെച്ച് എന്നും പുഞ്ചിരിപ്പാലമൃതായി രാരീരം കണ്ണിലെന്നും താരം തൊട്ട് വെച്ച് മിന്നും തുമ്പനിലാവിളക്കായി ആരാരോ തങ്കത്താമര നൂലിൻ്റെ പാവു ചുറ്റി ചുണ്ടിൽ ചന്തമിടുന്നൊരു കൊഞ്ചലിട്ട് മെല്ലെ വാ മുകിലേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം. താങ്ക് യു. അപ്പോ രാജനടുത്ത് ചോദിക്കട്ടെ, കേരളാവില് உங்களுக்கு என்ன பிடிச்சிருக்கு? கேரளா மக்களை ரொம்ப பிடிச்சிருக்கு. ஓ ஃபுட்டில் சொல்லணும்னா நிறையா சொல்லலாம். இந்த மீன் கருவாடு, ஈவினிங் கொடுக்குற அந்த கஞ்சி பருப்பு. കഞ്ഞി പരിപ്പ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നോണ്ടിരുന്നല്ലേ? இல்லை இல்லை எனக்கு ரொம்ப ഹൃദയം കാണുമല്ലോ. அப்புறம் இன்னொன்று சொல்லணும்னு நினச்சேன் மேடம், நீங்கள் நயன்தாரா மாதிரியே இருக்கீங்க மேடம். കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? കുറച്ചൊരു തള്ളുമ്പോ ഒരു മയത്തിൽ തള്ളായിരുന്നു. ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഇതിന് യാതൊരു ക്ഷാമമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. കഞ്ഞിയും പരന്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ. മാറി ചേട്ടാ, കഞ്ഞിയും പരന്റെ ക്ഷീണമൊക്കെ സന്തോഷമായി ചേട്ടാ. നയൻതാരയാണ്, നയൻതാര. இல்லை இவர் ஃபர்ஸ்டே சொல்லிட்டாரு சூப்பர் ஸ்டார்ன்ட்டு. சூப்பர் ஸ்டார்னு சொல்றீங்க. ஆமா. நீங்க லாலு சார் மாதிரியே இருக்கீங்க. ആമാ. കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. കണ്ണിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടെന്ന്. ആണോ? ഏതായാലും പുള്ളി പറഞ്ഞത് അങ്ങനെ ആയി തന്നെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. இல்ல ஃபர்ஸ்ட் நீங்க சொன்னீங்கல்ல விக்ரம் மாதிரி இருக்கன்ட்டு. വിക്രം நான் சந்தோஷப்பட்டேனா? ஹாப்பியா? അപ്പൊ തിരിച്ചടിച്ചതാ. അപ്പൊ മനസ്സിലായി കേരളത്തിൽ ഞാനൊന്ന് പൊക്കിയപ്പോ തിരിച്ച് എന്നെ ഒന്ന് സൂചിപ്പിച്ചതാ. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും വല്ല വണ്ടി വല്ലതും നിന്നിട്ട് എനിക്ക് പറഞ്ഞാൽ മതി, നല്ല സൂപ്പറായിട്ട് തന്നു. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഇടയ്ക്ക് ആ ഒരു ശബ്ദം ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് വന്നല്ലോ അല്ലേ? ഡാഡിയുടെ ശബ്ദം ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യോ നല്ലപോലെ? ഞാൻ ഇമിറ്റേറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴേ പറയണേ, സൗണ്ട് കറക്റ്റ് അല്ല, ആ ഡാഡിയുടെ സൗണ്ടിലോട്ട് വരാൻ വേണ്ടി എടുക്കുന്ന ഒരു ടേണിങ് സംഭവമാണ്. തോന്നക്കൽ പഞ്ചായത്തിലെ എല്ലാ വീടും ഞാൻ അരിച്ചു പെറുക്കി, ഇനി രാമനാറ് വീട് മാത്രമേ അരിച്ചു പെറുക്കാൻ ബാക്കിയുള്ളൂ. ഓക്കെ ഞാൻ ഏറ്റു. തോന്നക്കൽ പഞ്ചായത്തിലല്ല. ഓക്കെ, ആദ്യം ഈ തെണ്ടികളോട് നീ ചിരിക്കാണ്ടിരിക്കാൻ പറ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതിന് തോന്നക്കൽ പഞ്ചായത്തിലെ എല്ലാവരും ഞാൻ ഇയാൾ എന്താണ് കാണിക്കുന്നത്? വെള്ളം വേണോ? വേണോ? ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതിനെ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അപ്പോൾ അടുത്തത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തു കൂടെ ആയ ആസിഫ് അലീനെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിവിടെ നിൽക്കുമ്പോൾ ആസിഫ് അലീനെ കാണിക്കാൻ എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ എന്തായാലും ആസിഫ് അലി അവിടെ നിന്ന് നടന്നു വരുന്ന ഒരു സ്റ്റൈലുണ്ട്. നടന്നു വരുന്ന ആസിഫ് അലി. ഓക്കെ. ഹലോ, പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട്. സൂപ്പറാ.
ട്രിവാൻഡ്രത്തുള്ള ഭാസ്കരമ്മയുടെ മോള് പൂജ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഓക്കെ, ഇതൊക്കെ സംഭവം കാണിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ മിമിക്രി കാണിക്കാൻ പഠിച്ചത് തന്നെ നമ്മുടെ സ്വന്തം നസീർക്ക കാണിക്കണൊക്കെ കണ്ടിട്ടാണ്, കോട്ടയം നസീർക്ക. അപ്പൊ കോട്ടയം നസീർക്ക ലൈഫിൽ സംസാരിക്കുമ്പോ, റിയൽ ലൈഫിൽ സംസാരിക്കുമ്പോ എങ്ങനെ എന്നാ ഉണ്ടാ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ദുബായിലായിരുന്നു, ഞാൻ കോട്ടയം വരെ പോവാ, അമ്മച്ചേക്കല്ലേ സുഖമില്ല, ശരിയാണ്. ഇനി ആസിഫ് അലിയുടെ നടത്തം കാണിച്ചപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അല്ലേ? ബോഡി ലാംഗ്വേജ് കാണിക്കാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഇതുപോലെ വേറെ ആരെങ്കിലും? ഫഹദ് ഫാസിലിന്റെ സൗണ്ട് ഇല്ല, ഫഹദ് ഫാസിൽ മിണ്ടാണ്ട് നടന്നു വന്നാലേ. ഓക്കെ, അപ്പൊ ഇനി കുറച്ചു നേരം നമ്മുടെ ചെന്നൈ കൂട്ടത്തിന് ഞങ്ങൾ ഒരു വിശ്രമം തരാണ്. വിശ്രമം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കുറച്ച് സമയം നമ്മുടെ ഗസ്റ്റ് സീറ്റിലിരുന്ന് കാണാം. ഓക്കെ, എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ദൈവമേ, നിങ്ങൾ ആരെ എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കല്യാണ പെണ്ണിന്റെ അമ്മയുടെ ടെൻഷൻ നിങ്ങൾ മനസ്സിലാക്കണം. രാവിലെ എല്ലാരും കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ടിരിക്കണം. നമുക്ക് കെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഊണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കൊച്ചിന്റെ കെട്ടി ഒരു തന്തേന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു ഗുണമില്ലാത്ത ഒരുത്തൻ. ഇവിടെ എവിടെയെങ്കിലും കാണും അങ്ങനെ? നിങ്ങളുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും കാണും? നിങ്ങൾ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. കല്യാണത്തിന് ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ വന്നിട്ടില്ല അത് നോക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലോട്ട് ഇറങ്ങിയതാ. കണ്ടില്ലേ ഇവരെയൊക്കെ? നീയല്ലേ പറഞ്ഞ ഇവരെയൊന്നും കല്യാണത്തിന് വിളിച്ചാ വരത്തില്ലെന്ന്. കണ്ടോ, ഇങ്ങോട്ട് വന്ന ഇതാരാന്ന്? വന്നിട്ടുണ്ടോ ചേട്ടാ? വാ ഇങ്ങോട്ട്. കണ്ടോ, ഇതാരാന്ന് മനസ്സിലായോ? പിന്നെ എനിക്കറിയത്തില്ലേ. ആരാണ്? എന്റെ ആലപ്പുഴയിലെ കുഞ്ഞമ്മയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കാ പോയി. നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് കൂടും കൊടുക്കെ എടുത്ത് 15 പേരുമായിട്ടകം വന്നേക്കുന്നത്. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതും അവൻ 15 പേരെയും കൂട്ടി വരുന്നതും എല്ലാം കണക്കാ. നീ എന്റെ ഭാര്യയാണോ ഇത് ഇവന്റെ ഭാര്യയാണോ? കാര്യം ഞാൻ നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെ. പക്ഷെ വലിയ വർത്താനം പറഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ അങ്ങ് പോകും. ഞാൻ അവന്റെ കൂടെ അങ്ങ് പോകുമെന്ന്. വിളിച്ചോണ്ട് പോകല്ലടാ, എന്റെ അവസ്ഥ നീ കണ്ടല്ലോ. അവിടെ ഇരിക്കൂ, കല്യാണമൊക്കെ കൂടി ഉണ്ടേച്ച പോകാതു. മോനെ, അച്ഛന്റെ പേരെന്തുവായിരുന്നു? രാമചന്ദ്രൻ. എടാ മോനെ, കല്യാണക്കുറി കാണിച്ചിട്ട് നീ ഉണ്ണാൻ കേറാവൂ. മോളെ, അമ്മ വന്നില്ലേടിയേ? അപ്പുറത്തുണ്ട് ചേട്ടാ, അവിടെ ഇരിപ്പുണ്ട്. വാ. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ തന്തയായിട്ട് ഞാൻ മാത്രം. ചേട്ടാ, ആ സൈഡിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടോ? എന്റെ കുടുംബക്കാര് അവരിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടോ? അങ്ങനെ ആ കുടുംബത്തിൽ പറഞ്ഞ ഒരു സാരി എടുത്താലും ഡ്രസ് ഇട്ടാലും ഉള്ള ഗുണം. എന്നിട്ട് എനിക്ക് മേടിച്ചു തന്ന ഡ്രസ്സ് നോക്കിക്കേ. ഒരു കല്യാണ പെണ്ണിന്റെ അമ്മ ഇടുന്ന ഡ്രസ്സാണോ ഇത്? എന്താ കുഴപ്പം? മൊത്തം കീറി പറഞ്ഞ് ചെളിയൊക്കെ പറ്റി ഡാമേജ് ആയിട്ടുള്ള ഒരു സാരി. അതാ പറഞ്ഞത് നിങ്ങൾക്ക് പണ്ടേ സെലക്ഷൻ ഇല്ലാന്ന്. എന്താ? നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ലാന്ന്. നിന്നെ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴും നാട്ടുകാർ ഇതാ പറയുന്നത്, എനിക്ക് സെലക്ഷൻ ഇല്ലെന്ന്. അവിടെ ബ്ലൗസിന്റെ ഇറക്കം കണ്ടോ? 2005 ഇത്രേ ഉണ്ടായിരുന്നു, 2006 അത് ഇത്രയുമായി, 2016 നോക്കിയാ അത്രയുമായി. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞാനുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ശാന്തി വന്നോടി. നിങ്ങൾ വന്നോടി, അതങ്ങ് പോയി. മനഃശാന്തിയല്ല, ശാന്തി വന്നോന്ന്. അതെ, അവള് 10:30 ട്രെയിനിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? എന്റെ അമ്മാവന്റെ മോള് ശാന്തി. എന്റെ അമ്മാവന്റെ മോള് ശാന്തി അല്ല, എന്റെ മകളുടെ കല്യാണത്തിന് കർമ്മം ചെയ്യേണ്ട ശാന്തി വന്നോന്നാ ഞാൻ ചോദിച്ചത്. അത് നിങ്ങളല്ലേ ഏറ്റത്? ശാന്തിയുടെ കാര്യം ഞാനാ ഏറ്റത്. നീ മേമനയില്ലെന്ന് കേട്ടിട്ടില്ലേ? ഈ മേമനയില്ലത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു ബന്ധുവാണ് നമ്മുടെ മകളുടെ കല്യാണം നടത്താനെത്തുന്ന ശാന്തി. മുഖത്തോട്ട് നോക്കണം, സൂര്യ തേജസ്സാ, കണ്ണെടുക്കാൻ തോന്നത്തില്ല. എടി പറഞ്ഞു തീർന്നില്ല, വരുന്നത് ആരാന്ന് കണ്ട. വരാൻ അല്പം താമസിച്ചു. ഇല്ല, ഇന്നുണ്ടോ? ആരും ഉണ്ടില്ല, ഉണ്ണായിരിക്കുന്നേ ഉള്ളൂ. കർമ്മം നടത്തുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേക്ക് കൊടുക്കാം. എന്താ നാളെ? അത്തം. അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി. ഊതാൻ വന്നാണോ കർമ്മം ചെയ്യാൻ വേണോ? ഊതാൻ.
കർമ്മം ചെയ്യാൻ. എന്നാ കർമ്മം നടത്തണം. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. കാര്യത്തിലേക്ക് കിടക്കാം. ദർഭപ്പുല്ലെടുക്കുക. ദർഭപ്പുല്ലെടുക്കാൻ ഞാൻ ആരാ? ദുഷ്യന്തനോ? അതല്ല, ദർഭപ്പുല്ലെടുത്ത് ഇടത്തെ മോതിര വിരലിൽ അണിയുക. അണിഞ്ഞു. പിണ്ടം ഉരുട്ടുക. ഉരുട്ടണ്ട, അത് ഉരുണ്ടാ വരുന്നത്. ഏത് പിണ്ടം? ആനപ്പിണ്ടം. ആനപ്പിണ്ടം അല്ല, ആ കിടക്കുന്ന പിണ്ട എടുത്ത് ഉരുട്ടുക. അങ്ങോട്ട് ഉരുട്ടി നെഞ്ചോട് ചേർത്ത് വെക്കുക. എന്റെ നെഞ്ചത്തല്ലടോ, തന്റെ നെഞ്ചത്ത് ചേർത്ത് വെക്കുക. എന്റെ നെഞ്ചത്ത് ഉരുളയുരുട്ടി വെക്കാൻ പലർക്കും ഇവിടെ താല്പര്യമുണ്ട് തിരുമേനി. അച്ഛനെ മനസ്സിൽ ധ്യാനിക്കുക. രാജേന്ദ്രൻ, സുധാകരൻ, വാസു, ശ്രീധരൻ. ഇന്നലെ വൈകിട്ടൊരു പേര് പറഞ്ഞല്ലോ, ശശിധരൻ പിള്ള. ശശിധരൻ പിള്ള. സ്വന്തം അച്ഛന്റെ പേര് മനസ്സിൽ ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെ പേര് മനസ്സിൽ ധ്യാനിക്കുന്നു. എന്താ ഇത്? അമ്മ ഇതുവരെ തീർത്തു 6 പേരും എന്നോട് പറഞ്ഞിട്ടില്ല. കർമ്മ വെക്കുവാണെങ്കിൽ ആർക്കെങ്കിലും ഏക്കട്ടെന്ന് വെച്ചാ. എന്നാ പിന്നെ ഒരു പേര് കൂടെ വിചാരിച്ചോളുക. അതാരാ? സഹദേവൻ പിള്ള. അതാരാന്ന്? എന്റെ അച്ഛനാ. എന്നിട്ട് വേണം നാട്ടുകാർ പറയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമഡി ഷോ ആണ്. അപ്പൊ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊറോട്ട അറിയാ. പൊറോട്ട അടിക്കാനോ? പൊറോട്ട അടിക്കാനല്ല, പൊറോട്ട അറിയാ. ആ പൊറോട്ട എറിഞ്ഞു. കൈകൊട്ടി കാക്കയെ വിളിക്കുക. അന്തർമാൻ കാക്ക മലപ്പുറത്തിന് പോയി. അതല്ല, കൈകൊട്ടി കാക്കയെ വിളിക്കുക. ക്ലാപ്സ് ഹാൻഡ് ഓഫ് കാക്ക അവൻ വരുന്ന നാളിൽ തന്റെ കാരം പിടിച്ച് തന്നെ മാറോട്ടെ. ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത് അന്തരായി കർത്താവിൽ ഇന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മോളുടെ കല്യാണമാ. കർമ്മം മാറിപ്പോയി, ജാതി മാറി, മതം മാറി. ഇതൊക്കെ എന്തിനാ താൻ ഇവിടെ പറയുന്നത്? അച്ഛൻ മരിച്ചില്ലേ? തന്റെ അച്ഛൻ മരിച്ചാൽ ഇവിടെ വന്നാണോ കർമ്മം ചെയ്യുന്നത്? എന്റെ അച്ഛനല്ല, തന്റെ അച്ഛൻ മരിച്ച കർമ്മമല്ലേ ഇവിടെ നടക്കണേ. എന്റെ മകളുടെ കല്യാണം, അതിന് കർമ്മം ചെയ്യാനാ തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. തിരക്കോട് തിരക്കായ കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെ മറന്നു പോയിരിക്കണു. അല്ല, നിങ്ങൾ ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? ഏതില്ലത്തെന്നാ പറഞ്ഞേക്കണേ? മേമന ഇല്ലത്തെന്നാ പറഞ്ഞു മേമന ഇല്ലത്തെ ബ്രഹ്മത്തെ നമ്പൂതിരിപ്പാടിന്റെ താഴെ വഴിയിലുള്ള ഒരു ശാന്തിയാ. അതെന്താ താഴെ മാത്രമുള്ള വഴി, മേളിലോട്ട് വഴിയില്ലേ? മേളി വഴി ചാറകി നടക്കുന്നു. പോണാടി നിനക്ക്. അതെന്താ ചേട്ടാ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല. ഇയാളെന്താ കറുത്തിരിക്കുന്നേ? എലിയെ പേടിച്ച് ഇല്ലം ചുട്ട ഇല്ലത്തിലെയാ അവസാന കണ്ണിയാ. കരിഞ്ഞു പോയത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലം ചുടുമ്പോ ഞാനവിടെ ഉണ്ടായിരുന്നു, നിന്ന് കത്തിയതാ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആരും ഉണ്ടില്ല, ഉണ്ണായിരിക്കുന്നേ ഉള്ളൂ. കർമ്മം നടത്തുക. പൂജക്കുള്ള സാധനങ്ങൾ എടുക്കുക. പൂച്ചക്കുള്ള 2 ഉണക്കമീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. പൂജക്കുള്ള സാധനങ്ങൾ. പൂജക്കുള്ള സാധനങ്ങളുണ്ട്. കഥകളി കഥകളി ഓട്ടം തുള്ളൽ നോക്കടാ നമ്മുടെ പാർക്കേ കിടക്കുന്ന എന്താ പറയുക? ഏതാ വേണ്ടത് എനിക്ക്? തന്റെ ഭാര്യ ഒരു സിനിമാറ്റിക് ഡാൻസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നിർത്തടിയോളൂ. ആരെങ്കിലും പറഞ്ഞ അവന്റെ നെഞ്ചത്ത് കയറി ആടാൻ നിന്നോണം. സിനിമാറ്റിക് ഡാൻസ് നിന്റെ വീട്ടിൽ പോയി നിന്റെ പെണ്ണുപിള്ളയുടെ ആടാൻ പറ, കാണാൻ നല്ല രസമായിരിക്കും. കദളിപ്പഴമല്ലേ 2 പടലേ ഇരിക്കുന്നത്. അവലും മലരും ശർക്കരയും പഴയും തേങ്ങയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ തിരുമേനി? കർമ്മം അങ്ങോട്ട് നടത്തുക. പിന്നെ ബാക്കി മന്ത്രത്തിലേക്ക് കിടക്കാം. മന്ത്രത്തിലേക്ക് കിടക്കുന്നതിന് ആരും മേടിക്കാത്ത ഈ മാട്ട മൊബൈൽ ഫോൺ മേടിച്ചിട്ട് ഈ പണ്ടത്തെ പോലെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ മനസ്സിൽ പഠിച്ചു വെക്കാറില്ല. ഇപ്പൊ എല്ലാം മൊബൈലാ. ആണോ? റെഡി സ്റ്റാർട്ട്. అతల సుతల తలాతల మహాతల భూతల పాతాళ మందుని రూపమే శివ. ఓం నమ శివ, ఓం నమ శివ, ఓం నమ శివ, ఓం నమ శివ. రుద్ర ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ നെഞ്ചത്ത് കയറിയിട്ടാണ് തുള്ളിക്കോണം. എങ്ങനെ തുള്ളാണ്ടിരിക്കും? ഇങ്ങനെ ഒരു വിളി വിളിച്ചപ്പോ നാണമില്ലാതെ എന്റെ പുറകെ ഇറങ്ങി വന്നവളാണ്. കെട്ടിക്കാൻ പ്രായമായ 2 പെമ്മക്കൾ നിന്റെ വീട്ടിൽ ഇല്ലേടാ? നാണമില്ലാതെ പേക്കോലം കെട്ടി ഇവിടെ കാണിക്കുന്നത്. കർമ്മം നടത്തണം അങ്ങോട്ട്. ചെറുക്കനെയും കൂട്ടരെയും വിളിക്കുക. ചെറുക്കനെയും കൂട്ടരെയും കാല് കഴി ഇങ്ങോട്ട് അകത്തോട്ട് വരാൻ പറയുക. ചെറുക്കനെയും കൂട്ടരും വരിക. തിരുമേനി, ദാ നിൽക്കുന്നതാണ് ചെറുക്കൻ. ഇതാണോ ചെറുക്കൻ? അതെ. ഇതെന്താ നടരാജന്റെ പെൻസിലോ? ചെറുക്കങ്ങൾക്ക് അലക്കും. പെണ്ണിനെ ഇറക്കുക. പെണ്ണിനെ ഇറക്കാൻ തെങ്ങിന്റെ മണ്ടയ്ക്കൊന്നുമല്ല, വിളിച്ചാ മതി വരും. മോളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വാ. മോനെ, ദാ പെണ്ണ് നോക്ക്. വരൂല. എനിക്ക് ആകെ പേടിയാണെന്ന്. ഞാൻ വരൂല. ഇങ്ങോട്ട് ഞാൻ വരൂല.
എനിക്ക് ആ പെണ്ണിനെ വേണ്ട. ഇതിന്നൊക്കെ ആണെങ്കിൽ വന്നാൽ മതി. അയ്യടാ. ഇങ്ങോട്ട് കയറി വാടാ. ഇവിടെ വരാൻ എന്റെ പൊന്നുമനല്ലേ. കടിക്കോടാ. അടിക്കത്തൊന്നുമില്ല. വാ അവിടെ കണ്ട, ഇതാണ് എന്റെ മകൾ ഗൂഗിള. അയ്യോ ഗൂഗിളായാ? ആ, ഈ ഗൂഗിളിൽ ഞാൻ എവിടെ പോയി സെർച്ച് ചെയ്യാനാ? നീ നോക്ക്, സെർച്ചിങ് നടക്കുമ്പോ വല്ല ഫേസ്ബുക്കൊക്കെ കാണും. ഇത് കടിക്കോ? പെറ്റതാണോ അതോ മുട്ടയിട്ടതാണോ? അങ്ങനെ അടി. എന്താ ഈ കാണണേ? എന്ത് ചാണകം മെഴുകിയ തറയില് അത്തയിട്ട് വച്ചേക്കണു. കല്യാണത്തിനൊക്കെ സമയമായി. തുടങ്ങാൻ പോന്നു. ഒരു 5 മിനിറ്റ് തരണം. എന്തിനാ മോനെ? വെറുതെ ഒന്ന് പിടിക്കാൻ. വീട്ടിൽ പോയി നിന്റെ ക്യാമറ ഓ, ക്യാമറ പിടിക്കുന്ന ക്യാമറമാനാണോ? അതെ. അപ്പൊ ക്യാമറ പിടിക്കുവോ? നിന്റെ പേരെന്തുവാ? DOP പ്രമോദ്. DOP പ്രമോദ്. DOP ഇൻസ്റ്റല അല്ല, ഈ ചീഫ് മെയിൻ കൺട്രാക്ട് ക്യാമറയുടെ. കൺട്രാവാ. എല്ലാ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ready ആക്കി. എല്ലാം ready വെച്ചിട്ട് ഞാൻ കണ്ണ് കാണാൻ നോക്കാം. തീർച്ചയായിട്ടും കണ്ടു കാണാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും നിരന്നിരിക്കണം. ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡിയോയുടെ പേര് സോമൻ സ്റ്റുഡിയോ. സോമനോ? എന്ത് സോമൻ കേട്ടിട്ടില്ലേ? അപ്പൊ സോമൻ ready ആയി. സ്റ്റുഡിയോ. ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രത്യേകത ഞാൻ പാട്ടിട്ട് ഷൂട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിങ്ങൾക്ക് സീഡ് തരുമ്പോ പാട്ട് അതിനകത്ത് കാണും. എല്ലാരും നിരന്ന് നിൽക്കും. പോറ്റി ഒന്ന് നിരന്ന് നിന്ന് കാണാം. നല്ലതുപോലെ എല്ലാ ക്യാമറയിലും കിട്ടണേ നന്നായിട്ട്. ഓക്കെ. ചേച്ചി ആ ഓച്ചറ കാളെ ഒന്ന് മാറ്റൂ. എടാ ഇതെന്റെ കൊച്ചിന്റെ അച്ഛനാ. ഓ ശരി ശരി നിന്നോ. എന്റെ കൊച്ചിന്റെ അച്ഛൻ. ആ ചെറുക്കനും കൂട്ടരും നടന്നു വരണം. റെഡി, പാട്ട് വരും. റെഡി, ആ പാട്ട് ഇട്ട് കൊടുത്തോളൂ. വരട്ടെ. പാട്ട് ചെറുക്കഞ്ഞ് വാടാ. ഇനി പാട്ട് ഷൂട്ട് ചെയ്യലോ കേട്ടോ. ഇനി വാ വാ വാ. ഇവിടെ വരൂ, ഇരിക്കൂ, നോക്കൂ. അവളെ നോക്കിക്കൊണ്ടിരിക്കാനല്ല, ഇടാ അങ്ങോട്ട് വല്ല നോക്കടാ. വല്ല പെണ്ണുങ്ങളെയും മുഖത്ത് നോക്കിക്കൊണ്ടിരുന്ന് വല്ല കാര്യമുണ്ട്. അവളമാരെ തടിയിട്ട് അങ്ങനെ കേട്ടാ. ക്യാമറ ഒപ്പിയെടുക്കാനാണേ. അനങ്ങരുത്. അനങ്ങിയ ചവിട്ടി ഞാൻ കൂട്ടും ഞാൻ. മോളെ, ഓ ഇതാര് കാറ്റ് പൂത്ത് കിടക്കണല്ലോ ഇതൊക്കെ. വരൂ, ഒന്ന് ചിരിക്കൂ. ആ നടക്കണം ചെറുക്കൻ്റെ അടുത്തോട്ട് കേട്ടാ. നടന്ന് പറഞ്ഞു. കുറച്ചുകൂടി ബാക്കിലോട്ട് പോകും. കുറച്ചുകൂടെ പോടും. തള്ളി നിൽക്കൂ. തള്ളി നിൽക്കൂ. എവിടെയും കൊണ്ട് നിർത്തേ പറയെടുക്കായിരുന്നു. റെഡി, മ്യൂസിക്. അവൾ ചിരിച്ചാൽ മുത്തു ചെയ്തരും. ക്യാമറ അണ്ണാ ഇങ്ങോട്ട് മാറിയില്ല. ഇവിടെ ഇതാരാ? അവ ഇരിക്കാം. മോനെ, എന്തോന്നാ മോളോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മാമാ, ആ, ഒരു മൈനയെ കണ്ടോളൂ. ഒന്നിനെ ഇവിടെ കണ്ടില്ലെങ്കിൽ അടി കിട്ടും. ഇങ്ങോട്ട് വാടാ മൈനെ. ഇങ്ങോട്ട് കേറി വാ. ദേ, ഈ നിൽക്കുന്നതാണ് നിന്റെ മൈന. ഇത് മൈനല്ല, വെളിക്കാക്കയില്ല. ഈ നിൽക്കുന്നതാണ് പെണ്ണിന്റെ അമ്മ മരംകൊത്തി. അപ്പൊ നിങ്ങളോ? നീ കൊത്തിക്കൊണ്ടിരിക്കുന്ന വൻമരം. അപ്പൊ ചടങ്ങുകളെ കിടക്കാം. ചടങ്ങുകളായിരിക്കട്ടെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നോൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല. താലി എടുക്കുക. താലി അങ്ങോട്ട് എടുത്തു കൊടുക്കേ. താലി എടുത്ത് വരൻ വധുവിന്റെ കഴുത്തിൽ അണിയുക. പയ്യൻ നാണക്കാനാണ്. തിരുമേനി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. പയ്യൻ അതുപോലെ അങ്ങ് ചെയ്തോളും. ഞാൻ കാണിച്ചു കൊടുക്കണല്ലോ. അത് കാണിച്ചു കൊടുക്കണം. എന്താ ഈ കാണണം? താലി എടുത്തിട്ട് നിസ്സാര കാര്യമുള്ളൂ. കണ്ടോ? ഇനി ഹാരം എടുക്കുക. ഹാരം എടുത്ത വരൻ വധുവിന്റെ കഴുത്തിലും വധു വരന്റെ കഴുത്തിലും അണിയുക. തിരുമേനി ചെറുക്കാൻ ഭയങ്കര നാണക്കാനാണ്. തിരുമേനി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവ അതുപോലെ അങ്ങ് ചെയ്തോളും. ആ എല്ലാം നോം തന്നെ കാണിക്കണം. എന്തായി കാണണേ? ഇനി വധൂവരന്മാർ ചേർന്ന് ഇതിനൊരു വലം വയ്ക്കുക. തിരുമേനി ഒന്ന് കാണിച്ചു കൊടുത്ത്. തിരുമേനി കൊച്ചു പയ്യനല്ലേ, അവനൊന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാ അത് നോം തന്നെ കാണിക്കണം. അങ്ങനെ മംഗളകരമായ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വരന്റെ ഗ്രഹത്തിലേക്ക് വധുവിനെ കൊണ്ട് പോകുന്ന ചടങ്ങാണ്. അനുഗ്രഹിച്ചിരിക്കുന്നു മോനെ. ഒറ്റ മോളേ ഉള്ളൂ. സർവ്വ സ്വത്ത് നിനക്കുള്ളതാ. അവനെവിടെ പോവാ? അയ്യോ ചേട്ടാ, നമ്മുടെ മോളെ കൊണ്ട് പോറ്റി പോകുന്നു. താനെവിടെ പോന്നു? എന്റെ മകളെ കൊണ്ട് താനെവിടെ പോവാ? താലി കെട്ടി പുടവ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അറിയാമെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങനെ ചെയ്തോളാം. കൈ കിട്ടിയ നല്ലൊരു പെണ്ണിനെ കണ്ടവന് കൊണ്ട് കൊടുക്കുന്നവന്റെ പേരാണ് മാമാ. അങ്ങനെ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ചെന്നൈ കൂട്ടം പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട്. നമ്മുടെ ഡംഷ്റാജ് റൗണ്ടാണ്. നിങ്ങൾ ഷോ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയായിരിക്കും. ഇതിനകത്തൊരു മൂവിയുടെ പേര് അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേരൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും.
അത് കാർഡ് എടുക്കുന്ന ആൾ ബാക്കിയുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കാണിച്ചു കൊടുക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നിങ്ങൾക്ക് അത് ആക്ട് ചെയ്ത് കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗെയിം. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ നടുക്ക് വരാം. നിങ്ങൾ 2 സൈഡിലായിട്ട് നിന്നോ. ഓക്കെ, ഉല്ലാസേട്ടാ നടുക്ക് വരുന്നില്ലേ? നമുക്ക് ഇവിടെ നടുക്ക് നിൽക്കാം. ആ ഓക്കെ, അപ്പൊ ആദ്യം ആരാ ആക്ട് ചെയ്യാൻ പോകുന്നേ? സിനിൽ ആദ്യം ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഗായത്രി എടുത്തോളൂ. ഗായത്രി ഒരു കാർഡ് എടുത്തിട്ട് എല്ലാരെയും കാണിച്ചു കൊടുത്തു. നോക്കാൻ പാടില്ല, പുള്ളിക്കാരനെ മാത്രം കാണിക്കരുത്. അല്ലല്ല, അവിടെ കാണിക്കണം. അവിടെ കാണിക്കാം. ശരി, കാണിച്ചോളൂ. 3 1 4 4 3 7. എന്താ 3 വേർഡ്സ് ഉണ്ട്. അടി അടികപ്പിയാരെ കൂട്ടമണി. അടിപൊളി. അപ്പൊ സിനിൽ ഒരു നല്ല ആക്ടർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരു കാർഡും കൂടെ ഗായത്രിക്ക് കൊടുക്കാം. ഓക്കെ, സിനിലിന് അഭിനയിക്കാനുള്ള അവസരമാണ്. ഓ, അത് കറക്റ്റ് ആട്ടോ. ഞാൻ അത് കറക്റ്റ് അല്ലേ? ഞാൻ മാറി നിൽക്കാം, ചിലപ്പോ എന്നെ കാണിച്ചു. ഞാൻ ഏത് യക്ഷി പടവും അല്ലേ? കല്ലിങ്ങോട്ട് നീരിയാണോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കളിയാക്കിയില്ല. അതിനകത്തുണ്ട്, പിടിച്ചു കയറ്. ഞാനൊരു തുമ്പിട്ട് തന്നു, വേണേ രക്ഷപ്പെട്ടോ. ഞാൻ ആരാന്ന് ആ കൊച്ചു അതുപോലെ മറന്നുപോയി. 2 വേർഡുണ്ട്. ആ ഓക്കെ, ഓ സാരിയാണ്. ആ അതല്ലേ, സാരി അല്ല, ചുരിദാർ. കാശ്മീരിന്റെ പോലത്തെ സാരിയൊക്കെ. മീശ, ചാടുവ, രക്തം, ആത്മഹത്യ ശ്രമമാണ് പുള്ളി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. യക്ഷി. ഞാൻ യക്ഷി അല്ലേ? യക്ഷിയാണ് ഞാൻ. വീണ്ടും വീണ്ടും പറയാ, സമ്മതിക്കുക. ഞാൻ യക്ഷിയാണെന്ന് സ്വന്തമായിട്ടൊക്കെ പറയാ. 2-3 പ്രാവശ്യമായി. ഇല്ലില്ല, അപ്പൊ ആൾക്കാർ മൂവിയുടെ പേര് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. തിരിച്ചിട്ട് എന്തായാലും പറഞ്ഞേക്കാം അല്ലേ? യക്ഷിയും ഞാനും. അറിയാനിക്കല്ല, നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഇവിടെ നിന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ എന്നെ കാണാൻ നയൻതാരയെ പോലെ ആണെന്ന് വരെ പറഞ്ഞ ഒരു പാവം പയ്യൻ നിൽപ്പുണ്ട്. അപ്പൊ ആൾക്ക് നമ്മൾ അഭിനയിക്കാൻ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്കൊരു അവസരം കൊടുക്കാം. ഓക്കെ, അപ്പോ ഇത് ഉല്ലാസേട്ടൻ എടുക്കണം. ഉല്ലാസേട്ടൻ എടുക്കും, രാജ് ആക്ട് ചെയ്യും. ഓക്കെ, രാജിനെ കാണിച്ചോളൂ. ദിനോസർ, ഇംഗ്ലീഷ് പിക്ചർ. കിങ് കോങ്, ഗറില്ല, ഗറില്ല, ഗറില്ല കോട്ടുമായിട്ട്. ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് பண்ணுவோம். സിനിമ ഹെൽപ്പ് ചെയ്യോ? ഈ പടം ഏതാന്ന് പറയാൻ? ഓക്കെ. ദൈവമേ, ദൈവത്തിൽ വിശ്വാസമില്ല. ഭക്ത ഹനുമാൻ. ചേട്ടാ, ഇത് ഇംഗ്ലീഷ് പടമാണ്. ഒറാങ് ഒട്ടാങ്, മങ്കി, ദൈവം, ദൈവമില്ല. ഇംഗ്ലീഷിലാക്കോ? ദൈവമില്ല. അത് ഇംഗ്ലീഷിലാക്കി ചേട്ടാ. ഗോഡ് നോ, ഗോഡ് നോ, ഗോഡ് നോ. ഇംഗ്ലീഷ് അറിയാതെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഈ വായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു.
ഗോഡ്സ്. ആ ആ ആ അത് നമ്മുടെ നാടല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി. ഗോഡ്സ് ഇല്ല, അത് മലയാളമല്ലേ? അത് ഒരുമിച്ച് പറ ചേട്ടാ. ഗോഡ്സ് ഇല്ല. എന്താ ഗോഡ്സ് ഇല്ലേ? അപ്പൊ ഇനി നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഒരാളെ സ്വാഗതം ചെയ്യാൻ പോവാം. ഉല്ലാസേട്ടൻ അറിയോ ആരാന്ന്? ഇല്ല. ഉല്ലാസേട്ടൻ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആളൊരു മൈൻഡ് റീഡർ ആണ്, മിസ്റ്റർ നിപിൻ നിരാവത്ത്. അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ നിപിൻ, ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? സൈക്കോളജിക്കൽ എലമെന്റ്സിനെ കണക്ട് ചെയ്ത് ചെയ്യുന്ന മെന്റലിസം എന്ന് പറയുന്ന സെക്ഷനിലെ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ആക്ട് തന്നെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എല്ലാം മനസ്സിലായി. അപ്പൊ ഒന്ന് പെർഫോം ചെയ്ത് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. എനിക്കിത് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് 2 പേരുടെ സഹായമാണ് ആവശ്യം. 2 പേര് വേണം. നിങ്ങൾ 2 പേരും ഏബിൾ ആണെങ്കിൽ റെഡിയാണോ? നമ്മുടെ ചെന്നൈ കൂട്ടത്തിലെ 2 താരങ്ങൾ ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 2 പേരെ ഞാൻ സ്റ്റേജിൽ നിർത്തുന്നു, ബാക്കിയുള്ളവരെ ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യേണ്ടത്, ഓഡിയൻസിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 5 അല്ലെങ്കിൽ 10 പേരുടെ കയ്യിൽ നിന്ന് 100 റുപ്പീസിന്റെ കറൻസി നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യണം. തിരിച്ച് കൊടുക്കില്ലെങ്കിൽ അവരെന്നെ വിടൂല. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കറൻസി നോട്ടിൽ ഒരു കാരണവശാലും മറ്റു പേര് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കറൻസീസ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, എങ്കിലും ഒന്ന് കളക്ട് ചെയ്യാം. ശരി, ഓക്കെ. പൈസ കളക്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ പോകാം. മുന്നോട്ട് പോകാമെന്നല്ലേ? തിരിച്ചു കൊടുക്കണം ആദ്യമേ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകാം. പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 80s കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തൊരു ന്യൂസ് ആയിരുന്നു സൈക്കിക് റീഡിംഗ്. സൈക്കിക് എബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും, അല്ലെങ്കിൽ ഇവർ കൂടുതലും ഉപയോഗിച്ചിരുന്നൊരു മെത്തേഡ് എന്ന് ചോദിച്ചാൽ മരിച്ച ആത്മാക്കളുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു. മരിച്ച ആത്മാക്കളുമായിട്ട് അവർ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് ചില കാര്യങ്ങൾ, വ്യക്തികളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെളിയിൽ കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ കുറേ കാലത്തിന് ശേഷം ഇത് ശരിക്കും ഒരു ചീറ്റിംഗ് ആണ്, ഇത് ഒരു ആൾക്കാരെ ശരിക്കും പറ്റിക്കുന്ന ഒരു കാര്യമാണെന്ന് ചില സൈക്കോളജിക്കൽ എൻ്റർടൈനേഴ്സ് കണ്ടുപിടിച്ചു. ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ മനസ്സിലിരിക്കുന്ന കാര്യം ചില പ്രത്യേക സജഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുന്നതാണ്, അങ്ങനെ ആ ഉത്തരം കണ്ടെത്തുന്നതാണെന്ന് പിന്നീട് ഒരു കണ്ടുപിടിക്കുകയുണ്ടായി. അത്തരം ഒരു കാര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് സ്റ്റേജിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സീറ്റിലേക്ക് ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു, പ്ലീസ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, സോ അതിനു മുമ്പ് നമ്മൾ ഓഡിയൻസിൽ നിന്ന് കുറച്ച് കറൻസീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യണം, ഇതിന് ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് എത്ര കറൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട്? 5. ഈ 5 കറൻസിയിൽ ഏതെങ്കിലും ഒരു കറൻസി ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കറൻസി ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ ദെൻ അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ദെൻ അഗെയിൻ ഒരിക്കൽ കൂടി ഫോൾഡ് ചെയ്യുക. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ഒരു ചെറിയ സ്ക്വയർ പീസ് പോലെ ആയിട്ടുണ്ട് അല്ലേ? ഓൾമോസ്റ്റ്. ഓക്കെ, ഈ 2 ഫിംഗേഴ്സിനിടയിൽ അത് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. ചെയ്യേണ്ടത്, ഞാനൊരു എൻവലപ്പ് ഉണ്ട്, ഈ എൻവലപ്പിൻ്റെ ഉള്ളിൽ ഇത് ഇൻസേർട്ട് ചെയ്യുക. ദെൻ അത് സീൽ ചെയ്ത് കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, സോ ക്ലിയർ? ഓക്കെ, ദെൻ ഭദ്രമായിട്ട് കയ്യിൽ സൂക്ഷിച്ചോളാം. ഓക്കെ, പറ്റുമെങ്കിൽ ഇത് പോക്കറ്റിലിടുക. താങ്ക് യു. സോ ഇത് ഷോയുടെ എൻഡിലാണ്. ഓക്കെ, നടക്കാൻ പോകുന്നത്. നമുക്ക് ഇതിലേക്ക് പോകാം. കുറച്ച് ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? സൈക്കോളജിയാണ്, എന്തൊക്കെയോ ഭൂതമാണ് പ്രേതമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സംതിങ് ടെൻഷൻ. ഓക്കെ, എൻ്റെ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇതെനിക്ക് പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത് 40-60% ആണ് ഇതിൻ്റെ സക്സസ്. സംടൈംസ് ഫെയിൽ ആകും. ഓക്കെ ഓക്കെ ഇനി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ 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 ഇമാജിനേഷനോടുകൂടി നമുക്ക് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് കാലഘട്ടമാണ്. റൈറ്റ്? ഇതിൽ സ്കൂൾ കാലഘട്ടമാണ് നൊസ്റ്റാൾജിക് ഫീലുകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ? അതെ. ഈ കാലഘട്ടം ഒന്ന് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ താങ്കൾക്ക് ഒരു വഴികാട്ടിയായി എന്നും കളിച്ചിരി തമാശകളുമായി ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക.
ഒരു നല്ല കൂട്ടുകാരി. വിചാരിക്കാൻ പറ്റിയോ? ആ കൂട്ടുകാരിയുടെ പേര് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു ഇല്ലേ? ആ വ്യക്തിയുടെ രൂപം, ചിലപ്പോൾ അന്നിട്ടിരുന്ന ആ ഡ്രസ്, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലെത്തിക്കഴിഞ്ഞു ഇപ്പോൾ. കറക്റ്റ്? ഓക്കെ. ഒരു കാരണവശാലും ആ കൂട്ടുകാരിയുടെ പേര് എന്നോട് പറയരുത്. ഓക്കെ. എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ഉള്ളിൽ അതിനെക്കുറിച്ചിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. സോ 100% കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഐ ആസ്ക് യു 3 questions. Give me the answer. My first question, think of any number between 1 to 100. Think of any number between 1 to 100. Okay? Number? 76. Yeah. 76. 76. ഓക്കെ. ഇപ്പം മനസ്സിൽ ഒരു നമ്പർ വന്നു, കൂട്ടുകാരുടെ പേരുണ്ട് അല്ലേ? ആ പേര് ഒരു 3 times മനസ്സിൽ സൈലൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തേ. ഓക്കെ, ഗുഡ്. ആൻഡ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ കൂട്ടുകാരി ഇമാജിൻ ചെയ്തപ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുലഭ നിമിഷം എന്ന് പറയാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാൻ പറ്റുമോ? ഓക്കെ, എന്തെങ്കിലും ഒരു ഓർമ്മ എന്തെങ്കിലും പറയൂ. പുള്ളിക്കാരിയുമായിട്ട് ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് ഒൺലി സ്കൂളിലാണ്. അവിടെ ശരിക്കും ഞങ്ങളൊരു 4 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ പുള്ളിക്കാരത്തെയാണ് എൻ്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഗേൾസ് ഒൺലി ആയതുകൊണ്ട് ബോയ്സ് ഒന്നും ഇല്ല. അപ്പം ഞങ്ങൾ 4 പേരും. മൈ തേർഡ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു കള്ളം പറയാമോ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു നുണ പറയാറില്ല. ഓക്കെ, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഗുഡ്. ഈ സുഹൃത്തിൻ്റെ, ഈ കൂട്ടുകാരിയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൻ്റെ മനസ്സിലേക്ക് സെൻഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ കൂട്ടുകാരിയുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എനിക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ലുക്ക് അറ്റ് മീ, ടെൽ മീ. Yes. Right? Right? ഓക്കെ, ആ പേര് റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, എനിക്കൊന്ന് മേ ബി 5 to 6 ലെറ്റേഴ്സ് ഉള്ളൊരു വേർഡാണ്. റൈറ്റ്? ഓൾമോസ്റ്റ്. I don't know. Sometimes fail ആകും. നൈസ് ആൻഡ് ക്ലിയർ വോയിസിൽ ആ കൂട്ടുകാരിയുടെ പേര് ഒന്ന് പറയാമോ? Her name is Sharanya. ഒരു വലിയ വേദിയിൽ വെച്ചിട്ട്, ഈ മനോഹരമായ ഈ സദസ്സിൽ വെച്ചിട്ട് കൂട്ടുകാരിയുടെ പേര് ഓർക്കാൻ സാധിച്ച ചിലപ്പം ആ കൂട്ടുകാരിക്ക് എന്തെങ്കിലും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും. കാരണം ഞാൻ അവളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ സ്കൂൾ ലൈഫ് വിട്ട് ഞങ്ങൾ ഏകദേശം LKG മുതൽ +2 വരെയും ഒരുമിച്ച് പഠിച്ചവരാണ്. ബട്ട് കോളേജ് ലെവലിലേക്ക് വന്നപ്പോൾ അവള് വേറെ അടുത്തായി, ഞാൻ വേറെ അടുത്തായി. നല്ലൊരു മെമ്മറി. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു 100 rupees കറൻസി നോട്ട് കയ്യിലിരിപ്പുണ്ടല്ലേ? ഓക്കെ, എൻവലപ്പ് ഒന്ന് കയ്യിലെടുക്കാം. ഓക്കെ, ദെൻ ജസ്റ്റ് മുമ്പിലേക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വയ്ക്കാം. ഓക്കെ, ക്ലിയർ. എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പൊട്ടിത്തെറിച്ചിങ്ങനെ പോയിട്ട് പറഞ്ഞ റിയലി എനിക്ക് വേണ്ടി ഒന്ന് കയ്യിൽ ഹോൾഡ് ചെയ്യാം. ദെൻ ജസ്റ്റ് നമുക്കതൊന്ന് എടുക്കാം അല്ലേ? ഓക്കെ, കറൻസി, അതിനകത്ത് ഉള്ള കറൻസി കയ്യിലെടുക്കുക. ഓക്കെ, ദെൻ ഓപ്പൺ ചെയ്യുക. ഒരു ചേഞ്ചസും ഇല്ല അതിനല്ലേ? ഇല്ല, നോർമൽ. ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സീരിയൽ നമ്പർ
ജസ്റ്റ് ഇതിന് നോക്കുക, അതിൻ്റെ സീരിയൽ നമ്പർ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കുറച്ച് നല്ല വോയിസിൽ ഓഡിയൻസിനോട് പറയാം. ജസ്റ്റ് വെയിറ്റ്, പറയാം. 2 D ആ F ആ 9 4 3 5 8 അപ്പൊ ഒരു തകർപ്പൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാല് എൻ്റെ അപ്പ നമുക്ക് ചില മാജിക് ഒക്കെ കാണുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യും, ഓ ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും. ഇത് ഒരു ക്ലൂവും ഒരു ഐഡിയ കിട്ടുള്ള ഫുൾ ടോട്ടൽ കിളി പോയി നിൽക്കുകയാണ്. അസാധ്യം. ഓ അല്ലേ ചേട്ടാ? എന്തായാലും അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായി. സ്റ്റേജിന്റെ പുറകെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പൊ ഒരു നല്ല കയ്യടി. അപ്പൊ ഇനി ഇതുപോലെ മറ്റൊരു ഗംഭീരമായ വേദിയിൽ വെച്ച് താങ്കളുടെ പെർഫോമൻസ് കാണാൻ ഇടയാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ചെന്നൈ കൂട്ടത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹം അവരെ കഴിഞ്ഞും കൂടുതൽ വേണ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു നമുക്കാന്ന് തോന്നുന്നു. അല്ലേ ഉല്ലാസേട്ടാ? ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഫ്ലവേഴ്സ് ടിവിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഈ വേദിയിലേക്ക് എല്ലാ എക്സൈറ്റ്മെന്റോടും കൂടി സ്വാഗതം ചെയ്യാണ്. ഫ്ലവേഴ്സ് ടിവിയിലെ നമ്മുടെ സ്വന്തം കോമഡി സൂപ്പർ നൈറ്റിലെ ഒക്കെ ക്യാമറാമാൻ മിസ്റ്റർ ലോഹിത് മാധവ്. അശ്വതി, അതാരാണ് ഈ ലോഹിത് മാധവൻ? ആരാണ്? ഞാൻ ഈ ഇത്ര നാളിവിടെ പരിപാടി നടത്തിയിട്ട് അങ്ങനെ ഒരാൾ ഈ സ്റ്റുഡിയോയിൽ ഇല്ലായിരുന്നല്ലോ. ഇത് പ്രദീപ് ചേട്ടനാണ്. സിനിമയിൽ പോയപ്പോ ഒരു പഞ്ചിന് വേണ്ടി പേരങ്ങ് മാറ്റിയല്ലേ പ്രതിഭേട്ട? അതല്ലേ നമ്മൾ പ്രതിഭേട്ടനാണ് വിളിക്കാറ്. ഇല്ല, എന്ത് പറ്റി ഇങ്ങനെ ഒരു സാഹസികത കാണിക്കാൻ? എന്താണ് താങ്കൾക്ക് ഇൻസ്പിറേഷൻ ആയത്? ശരിയ സാഹസികത തന്നെ ആയിരുന്നു സത്യം. പിന്നെ ഞാൻ വേറൊരാളെ ഇവിടെ തിരയുന്നുണ്ടായിരുന്നു, കുറച്ച് രാജ, പിന്നെ വേറെ നയൻതാര ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. ഇത്രയും നാളാ ക്യാമറ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ്. അപ്പൊ എങ്ങനെയുണ്ട് അവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ എങ്ങനെ തോന്നുന്നു? ക്യാമറയുടെ പുറകിൽ ഇരുന്നിട്ട് സ്റ്റേജിൽ വന്നിരിക്കുമ്പോ നല്ലോണം വിയർക്കുന്നുണ്ട്, അറിയാനുണ്ട്. ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലാണ് എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ഒരു ജാള്യതയുണ്ടോ? ഇപ്പൊ പറയൂ പ്രതിഭേട്ട, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചെയ്യുന്ന, സംവിധാനം ചെയ്യുന്ന ചിത്രം. പേരൊക്കെ മാറ്റി നല്ലൊരു സംവിധായകന് വേണ്ട ഒരു ജാങ്കോ പേരായിട്ടുണ്ട്, ലോഹിത് മാധവ്. മാധലും തകർത്തു. പേരിന് ആദ്യം ഒരു കയ്യടി. അത് കഴിഞ്ഞിട്ട് എങ്ങനെ എത്തി ഈ ചെന്നൈ കൂട്ടത്തിലേക്ക്? ചെന്നൈ കൂട്ടം എൻ്റെ തന്നെ കഥയാണ്. ഇത് 5 സുഹൃത്തുക്കളെ ബേസ് ചെയ്ത് ഞാൻ എഴുതിയ കഥയാണ്. കാരണം സുഹൃത്തുക്കളെ ബേസ് ചെയ്ത് എഴുതാൻ കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതുകൊണ്ട് ഉണ്ട്. അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ചെന്നൈ കൂട്ടം എന്നുള്ള സിനിമ ആദ്യം രൂപപ്പെടുന്നത്. അങ്ങനെ തന്നെ 5 സുഹൃത്തുക്കളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെന്നൈ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണ് രണ്ടുപേരും. ഞാനൊരു സുഹൃത്താണ്. അത് സ്റ്റുഡൻസിന്റെ കഥയായിരുന്നു, അതുകൊണ്ടാ. പഠിക്കാൻ വേണമെങ്കിൽ തയ്യാറാണ്. അത് നന്നായേനെ, ഈ പഠിക്കാന്നുള്ള കുറച്ച് നന്നായേനെ. അപ്പോൾ അങ്ങനെയാണ് സിനിമ മുമ്പോട്ട് പോയിരിക്കുന്നത്. അവർ അവിടുന്ന് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആരംഭിക്കുകയും അതുവഴിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ചേർന്ന് കേരള തമിഴ്നാട് ബോർഡറിൽ എത്തുന്നൊക്കെയാണ് സിനിമ. അപ്പോൾ അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ലവ് ഉണ്ട്, പിന്നെ കുറച്ച് ഹൊറർ മൂവ്മെന്റ്സ് ഉണ്ട്, സ്റ്റണ്ട് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു ചിത്രം 2 ലാംഗ്വേജിൽ റിലീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയാ അങ്ങനെ ഒരു ആശയം വന്നത്? ബേസിക്കലി ഇതിന്റെ കഥ നടക്കുന്നത് ചെന്നൈയിലും കേരള തമിഴ്നാട് ബോർഡറിലും. ഓക്കെ. അപ്പോഴാണ് നമ്മൾ ആദ്യം മലയാളം തന്നെ പ്ലാൻ ചെയ്ത സിനിമ തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് ഇത് 2 ലാംഗ്വേജിൽ എടുക്കാൻ കഴിയും. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ 2ആയിട്ട് ഷൂട്ട് ചെയ്തു. സ്പോട്ട് എഡിറ്റ് തന്നെ 2 വിൻഡോ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്തിട്ട് ആ ഒരേ ടൈമിൽ നമ്മൾ 2ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് നമ്മുടെ ഈ ചാനൽ എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് അതിന് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ ടൈമിൽ എനിക്ക് 2 സബ്ജക്റ്റിൽ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞത് ചാനലിൻ്റെ എക്സ്പീരിയൻസ് തന്നെ. അപ്പോൾ അത് അങ്ങനെയാണ് ഉണ്ട്. അതുകൊണ്ടാണ് മലയാളം തമിഴും ഒരേ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പം അത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എടുത്തത്. അപ്പോൾ ചെന്നൈ കൂട്ടത്തിന് നമ്മുടെ എല്ലാവിധ ആശംസകളും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ചിത്രം കാണുക. ഇതൊരു നല്ല കുടുംബ ചിത്രമായിരിക്കും എന്നുള്ള ഒരു അഷുറൻസ് അതാ സംവിധായകനും ചെന്നൈ കൂട്ടത്തിന്റെ ഫുൾ ടീമും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫ്ലവേഴ്സ് ടിവിയുടെ വകയും എന്നങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം പ്രതിഭേട്ടൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഫ്ലവേഴ്സ് ടിവിയുടെ വകയും നമ്മുടെ എല്ലാവരുടെയും പേഴ്സണലായിട്ടും ഒക്കെ എല്ലാ വിജയാശംസകളും അറിയിക്കുകയാണ്. ചെന്നൈ കൂട്ടം ഒരു സൂപ്പർ മെഗാ ഹിറ്റായിട്ട് മാറട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും.
ഉല്ലാസേട്ടാ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസകരമായിരുന്നു അല്ലേ? മനോഹരമായ എപ്പിസോഡായിരുന്നു. അതെ, അങ്ങനെ നമ്മള് ഹലോ അങ്ങോട്ട് നോക്കി പുറകില് എന്നാടാ ചിക്കൻ തൊലി വിളച്ചിട്ടേക്കുന്ന പോലെ വന്ന് നിൽക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് കയറുന്നേ? അങ്ങോട്ട് പോണം. അതെ, ഒരാളെ ഇവിടെ ഉത്തരവാദിത്വത്തോടെ കൊണ്ടുവന്നു തന്നാൽ അയാൾ ആ കർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കാൻ വന്നതാണ്. അങ്ങനെ ബോധം വേണം മനുഷ്യന്. ഓ അത് വേണം. ഉല്ലാസേട്ടൻ എങ്ങനെ ചെയ്യുന്നു? നീ ഒന്ന് ഇറങ്ങിപ്പോയ ഞാൻ എങ്ങനെയാലും മസിൽ പിടിച്ചോ ഈ സാധനം ഒന്ന് ചെയ്തോട്ടെ. നീ എന്നെ ഇടയ്ക്ക് ശല്യപ്പെടുത്താതെ ഇറങ്ങ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോണം. നീ പോണം, നീ ഇറങ്ങി പോണം. ആദ്യം സുരാജേട്ടൻ എന്നെ തള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് അശ്വതി ചേച്ചി അവരും എന്നെ തള്ളി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഉല്ലാസ് പന്തളം എന്ന ഈ ഏട്ടൻ എന്നെ തള്ളി പറഞ്ഞു. തോൽവികളെ ഏറ്റുവാങ്ങാൻ സൂരജിന്റെ ജീവിതം ഇനിയും ബാക്കി. നമ്മളില്ലേ എന്തോന്ന് ഫീലിംഗ്? കള്ളക്കരച്ചില്. അത് ശ്രദ്ധിക്കണ്ട. ഇത് പറ്റിയില്ലെന്ന് ചേട്ടൻ അത്രയും കടുപ്പിച്ച് പറയണ്ടായിരുന്നു. അങ്ങോട്ട് പോകണ്ട. അടവാത് അവന്റെ അടവാണത്. സൂരജ് നിനക്ക് വിഷമായോ? അവനെ അറിയാൻ വയ്യാത്തോണ്ടാണ്. എഴുന്നേറ്റ് വാ. വിളിച്ചോണ്ട് വരുന്നു. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലെന്ന്. കൊച്ചല്ല ചേട്ടാ, ഒരു ഭാഗം അറിയത്തില്ല. സ്കൂളിൽ പോകത്തില്ല, പഠിക്കത്തില്ല. അശ്വതി ചോദിച്ചോക്കെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചേ. അവൻ അറിയത്തില്ലെന്ന് പറയും. അതൊക്കെ അവൻ അറിയാം. എവിടാ മോനെ സൂരജ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? തെറ്റി അറിയത്തില്ല. ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലേ? പിന്നെ എനിക്കോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കണമായിരുന്നു. അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞില്ലേ ഒബാമ. നമ്മുടെ ചോദ്യമാണ് തെറ്റിയത്. ഞാൻ ഈ കൊച്ചു പയ്യൻ ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ ഈ ചോദ്യം മാറി ചോദിച്ചാൽ അതിന് ആൻസർ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ? എന്താ സാധനം അറിയോ? ഇവൻ ഈ ആഴ്ച ഒരു കൂടെ പഠിക്കുന്ന കൊച്ചിന്റെ പല്ല് തല്ലി പറിച്ചിട്ട് സ്കൂളിൽ പോയില്ല. കഴിഞ്ഞ ആഴ്ച ഇവൻ എങ്ങനെ സ്കൂളിൽ പോയിരുന്നത് അറിയോ? അവന്റെ അമ്മൂമ്മയുടെ ഒരു പല്ല് പോയത് കൊണ്ട് അവൻ ദുഃഖാചരണമായിരുന്നു. അമ്മൂമ്മയുടെ ഒരു പല്ലല്ലേ പോയുള്ളൂ, അതിനെന്തിനാ നീ സ്കൂളിൽ പോകാതെ മടിച്ചിരുന്നത്? ആകെ ഉണ്ടായിരുന്ന ഒരു പല്ലാ പോയത്, പിന്നെ അതിന് ദുഃഖാചരിക്കാൻ പറ്റും. ഈ പഠിച്ച് വലിയ ആളായി ഒരു ജോലിയൊക്കെ കിട്ടി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അത് പറഞ്ഞപ്പോൾ നാണം വന്നു. നാണമൊക്കെ ആയി. നമ്മളെയൊക്കെ വിളിക്കോ? അശ്വതിനെ വിളിക്കും, ഉല്ലാസേട്ടനെ വിളിക്കും, സുരാജേട്ടനെ വിളിക്കും, എല്ലാവരും വിളിക്കും. അത് നന്നായി. പക്ഷെ 2 പേരെ മാത്രം വിളിക്കുക. എന്റെ അച്ഛനും അമ്മനും. അതെന്താ അച്ഛനെ അമ്മയെ വിളിക്കാത്തെ? അതിന് അവരുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ. അങ്ങനെ എന്റെ കല്യാണത്തിന് വന്നിട്ട് അവര് ഓസിന് അങ്ങനെ കണ്ടോ കൊച്ചുവായി വലിയ വർത്താനം പറയുന്നത് കേട്ടോ. സുരാജും അശ്വതിയൊക്കെയാണ് ഇവനെയൊക്കെ ഇങ്ങനെ വഷളാക്കുന്നത്. ഇവനൊക്കെ ഉണ്ടല്ലോ ഞാൻ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഒരു കമ്പെടുത്ത് ഇവന്റെ ചന്തി അടിച്ച് പൊട്ടിക്കണം. ഇവന്റെ ഉല്ലാസേട്ടാ വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഉല്ലാസേട്ടന് വിഷമാവും. എന്ത് വിഷമാവും? എന്ത് കാര്യം? ഞാൻ പറയുന്നില്ല. എന്ത് കാര്യമാടാ? ഞാൻ ഇപ്പൊ പറയും. എന്നാ പറയടാ. എന്തോ എനിക്ക് വിഷമം വരുന്നത് എന്ത് കാര്യമുള്ളത്? അതെ, ഉല്ലാസേട്ടന്റെ ആങ്കറിങ് കൊള്ളത്തില്ല. ഞാൻ ഏത് കോടതിയിലും പറയും. കട്ട തോൽവിയാ. ചെറുക്കൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. പക്ഷെ എന്നാലും നമ്മുടെ സ്വന്തം ഉല്ലാസേട്ടനല്ലേ, നമുക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ? അപ്പോൾ ഉല്ലാസേട്ടന്റെ ആ ഒരു സപ്പോർട്ടോട് കൂടി സുരാജേട്ടൻ ഇല്ലാത്ത ആ ഒരു കുറവൊക്കെ നമ്മൾ ഒരു വിധത്തിൽ പരിഹരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ താരവിശേഷങ്ങളും ചിരിവിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ് പറഞ്ഞു. അയ്യോ അതിലും പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ